ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അടുപ്പ് പോലും കത്തിക്കാതെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന 2-3 ചേരുവകൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സൂപ്പറായിട്ടുള്ളൊരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മളിത് കഴിച്ചിട്ടുണ്ടാവും. ഇപ്പോഴത്തെ മക്കൾക്കൊന്നും ഈ ഒരു സ്വീറ്റിൻ്റെ ടേസ്റ്റൊന്നും അറിയാൻ വഴിയില്ല. കാരണം ഇപ്പോഴൊക്കെ എന്താ പറയുക, ഒരുപാട് വെറൈറ്റി സ്വീറ്റുകളും പേട, പാൽപ്പേട അങ്ങനെയുള്ള ഐറ്റംസാണ് മക്കളൊക്കെ കഴിച്ച് പഴകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്വീറ്റ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഉറപ്പായും നമ്മളെപ്പോലെ ഒരു കുറച്ച് ഏജ് ആയിട്ടുള്ള അവരൊക്കെ കുട്ടിക്കാലത്ത് സ്കൂളിലേക്കും മദ്രസയിലേക്കൊക്കെ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ പെട്ടിക്കടകളിൽ നിന്നൊക്കെ മേടിച്ച് കഴിച്ചിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്, അടുപ്പ് പോലും കത്തിക്കേണ്ട. അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പൊരികടലയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൊരികടല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചട്ടണിയൊക്കെ അരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പൊട്ടുകടല എന്നൊക്കെ പറയും. അപ്പോൾ അതാണ് ഞാനിവിടെ ഈ ഒരു സ്വീറ്റിന് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് 1 കപ്പ് അളവിനാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു 1/2 കപ്പ് തൊട്ട് 1/4 കപ്പ് വരെ പഞ്ചസാര നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 1/2 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളൂ. 1/4 കപ്പ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അധികം മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം 1/4 കപ്പ് പഞ്ചസാര എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചേർത്തിട്ടുള്ളത് 1/2 കപ്പും കുറച്ച് കൂടുതലാണ്. ഇത് എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു മധുരമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾക്കൊരു 3 ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം നമ്മുടെ പഞ്ചസാരയും കടലയും ഏലക്കായൊക്കെ നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ നൈസായിട്ട് തന്നെയാണ് പൊടിച്ചിട്ടുള്ളത്. എന്നാലും നമുക്കിതൊന്ന് ഒന്ന് അരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ വല്ല തരികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നതിന് വേണ്ടി ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതിൽ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്വീറ്റ് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവാനും നമുക്ക് ഷേപ്പാക്കി എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് അരിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് അധികം പൊടികളൊന്നും എന്താ പറയുക, അധികം പൊടിയാത്തതൊന്നും ഇല്ല കേട്ടോ. നന്നായിട്ട് തന്നെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ആ ഒരു ചെറിയ ഏലക്കായുടെ കുറച്ച് ചെറിയ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്, അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നെയ്യാണ് കേട്ടോ. അപ്പോൾ 1 കപ്പ് കടലയ്ക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1/4 കപ്പ് അളവിന് നെയ്യാണ്. ഇത് ഉരുക്ക് നെയ്യാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താ പറയുക, ഇതും കൂടെ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് നന്നായിട്ട് കൈവച്ച് കുഴച്ചെടുക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നല്ല പോലെ മാവും ആ ഒരു നെയ്യും പഞ്ചസാരയൊക്കെ കൂടെ ഒന്ന് സെറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് കൈ വെച്ച് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ല പോലെ കുഴച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സെറ്റായിട്ടുണ്ടാവണം. ഇതാണ് ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ലൂസായിട്ട്, അതിപ്പോൾ ജ്യൂസി ആയിട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ നെയ്യ് ചേർക്കാം. പക്ഷേ ഈ ഒരു റെസിപ്പിക്ക് ഇതാണ് കറക്റ്റ് പാകമായിട്ടുള്ള ഒരു അളവ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മാവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെയുള്ള കുക്കി കട്ടർ ഉള്ളത് കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾക്കിത് ഉരുട്ടി ബോൾസ് ആക്കിയിട്ട് ലഡു പോലെ ഉരുട്ടിയിട്ട് നമുക്കിത് സ്റ്റോർ ചെയ്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിവിടെ ചെറിയൊരു കുക്കി കട്ടർ, ഒരു റൗണ്ട് ഷേപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നല്ല ടൈറ്റായിട്ട് തന്നെ ഫിക്സ് ചെയ്യണം കേട്ടോ. ഈ ഒരു മാവ് നല്ല പോലെ ടൈറ്റായി ഫിക്സ് ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊരു ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു ബാംബൂ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നമുക്ക് സ്പൂണ് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ ഒക്കെ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാംബൂ സ്റ്റിക്ക് എടുത്തിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇത് കാണാൻ തന്നെ ഇപ്പോൾ നല്ല ഭംഗിയാണ്. ശരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൽഗോവ പോലെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കളറും ആ ടെക്സ്ചറൊക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഈ ഒരു സ്വീറ്റ് നമ്മൾക്ക് ഫ്രിഡ്ജിലൊന്നും സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് 1 മാസത്തോളം നമുക്ക് ഇത് പുറത്ത് തന്നെ സ്റ്റോർ ചെയ്ത് വയ്ക്കാം.
ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് നമുക്ക് പുറത്ത് തന്നെ നമുക്കിത് സ്റ്റോർ ചെയ്ത് 1 മാസം വരെ നമുക്ക് യൂസ് ചെയ്യാം. ഒന്നും കേട് വരില്ല കേട്ടോ. നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. തീർച്ചയായും നിങ്ങളുടെ മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കുക. നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് ഈ ഒരു സ്വീറ്റ് തരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു എന്താ പറയുക, ഈ ഒരു റെസിപ്പി തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. ട്രൈ ചെയ്ത് കമൻറ്റ് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരു എന്താ പറയുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.